ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഏതാണ്ട് 35 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ആ ഓർമ്മകൾ ഇപ്പോഴും അതേ സംബന്ധിച്ച് പെരുമ്പദൂരിൽ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നതിൻ്റെ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനന്ന് ഫ്രാൻസിലെ പാരീസിൽ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അന്ന് യൂറോപ്പിൽ മുഴുവൻ അറിഞ്ഞു വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നത് അന്ന് ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റ് ഫ്രാങ്കോയിസ് മിത്രാന്ത് പങ്കെടുക്കുന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ഞാൻ പങ്കെടുത്തത്. ഏഷ്യയിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വേദിയിലിരിക്കാനുള്ളൊരു അവസരം ലഭിച്ചിരുന്നു. ഫ്രാങ്കോയിസ് മിത്രാന്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ള ഒരു സൂട്ടും കോട്ടും ഇട്ട് ഒരാൾ വന്നൊരു പേപ്പർ കയ്യിൽ കൊടുക്കുന്നത്. അത് പെട്ടെന്ന് കണ്ട് ഫ്രാങ്കോയിസ് മിത്രാന്ത് വിവരിക്കുന്നു. പെട്ടെന്ന് പറയുന്നു, എൻ്റെ പ്രിയ സുഹൃത്ത് രാജീവ് ഗാന്ധി ദക്ഷിണേന്ത്യയിലെ മദ്രാസ് എന്നാണെന്ന് പറഞ്ഞത്. മദ്രാസിലെ പെരുമ്പദൂരിൽ ഒരു സ്ഫോടനത്തിൽ മരണമടഞ്ഞു എന്നുള്ളതാണ്. അത് കൊലപാതകമാണെന്നോ അല്ലെങ്കിൽ അത് ഇതാണെന്നോ ആദ്യം പറയുന്നില്ല. ആളും മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീടാണ് പറയുന്നത് ഒരു ബോംബ് സ്ഫോടനത്തിൽ ഒരു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. ഇതേ തുടർന്ന് ഞാൻ അന്ന് യൂറോപ്പിൽ 91 മെയ് 21 എപ്പോഴും ഓർക്കുന്നു. അവിടുത്തെ സമയം ഏതാണ്ട് 7 മണിയാണ്. 3.5 മണിക്കൂറിൽ കൂടുതൽ വ്യത്യാസമുണ്ട് ഇന്ത്യൻ സമയമായിട്ട്. ഇവിടെ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് രാത്രി 10:21 മറ്റാണ്. 10 ആകുമ്പോഴേക്കും ആ വാർത്ത ലോകമെമ്പാടും അറിഞ്ഞു തുടങ്ങി. യൂറോപ്യൻ ടി വികൾ മുഴുവൻ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ടെലിവിഷൻ ചാനലുകളുമൊക്കെ സംപ്രേഷണം നിർത്തി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു എന്ന വാർത്തയാണ് യൂറോപ്പിൽ മുഴുവൻ വാർത്തകളായിട്ട് വന്നത്. എല്ലാ ഇതിലും പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരു പ്രത്യേക ഒരു ഓറയുള്ളൊരു ഇതായിരുന്നു. പൈലറ്റായിട്ട് തിളങ്ങി. പിന്നീട് അദ്ദേഹം വിവാഹം ചെയ്ത് ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിയെയാണ്. അപ്പോൾ യൂറോപ്പിൽ മുഴുവൻ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ലോക നേതാക്കൾ, പ്രത്യേകിച്ച് യൂറോപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ രാജീവ് ഗാന്ധിയുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫ്രാങ്കോ മിത്രാന്ത് വളരെ സങ്കടത്തോടെയാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ മുഴുവൻ, അമേരിക്കൻ പ്രസിഡൻ്റ് അടക്കം വലിയ രീതിയിലുള്ള ഞെട്ടൽ പ്രകടിപ്പിക്കുന്നതൊക്കെ നമ്മൾ ടി വിയിലൂടെ കണ്ടതാണ്. തുടർന്നാണ് പിറ്റേ ദിവസം പത്രങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു, ഇൻ്റർനാഷണൽ ഹെറാൾഡ് ട്രിബ്യൂൺ അടക്കമുള്ള പ്രമുഖ പത്രങ്ങളിൽ, BBC-യിൽ ഒക്കെ വന്നിരിക്കുന്ന വാർത്തകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഹെറാൾഡ് ട്രിബ്യൂൺ ഫ്രണ്ട് പേജിൽ കൊടുത്തത് രാജീവ് ഗാന്ധിയുടെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി, അന്ന് വളരെ ചെറുപ്പമാണ്, പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ ദുഃഖത്തോടെ നിൽക്കുന്നതാണ്. അതിൽ പറഞ്ഞിരുന്നത് നോബിൾ ഗ്രീഫാണ്. നോബിൾ ഗ്രീഫ് എന്നാണ് അവർ അടിക്കുറിപ്പായിട്ട് എഴുതിയിരുന്നത്. ആ ദുഃഖത്തിനിടയിലും ആ ഒരു നോബിളായിട്ട് നിൽക്കുന്നു. പ്രൗഡി ഓഫ് ഒരു എന്നറിയാം, അച്ഛൻ്റെ മരണത്തിന് മുമ്പിൽ ദുഃഖമുണ്ടെങ്കിലും അത് ആ ദുഃഖഭാരം മുഴുവൻ ഉള്ളിലൊതുക്കിക്കൊണ്ട് നിൽക്കുന്ന പ്രിയങ്കയുടെ ചിത്രമാണ് വലിയൊരു ഇതിൽ ഇൻ്റർനാഷണൽ ഹെറാൾഡ് ട്രിബ്യൂണിൽ വന്നത്. അങ്ങനെ എല്ലാ പത്രങ്ങളും നിറയെ രാജീവ് ഗാന്ധിയായിരുന്നു. ഇന്ന് രാജീവ് ഗാന്ധിയുടെ ചരമ ദിനമാണ്. ആ ദിവസം ഞാൻ ഈ ഓർമ്മകൾ ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഞാൻ ഇറ്റലിയിൽ പോയത്. മാർപ്പാപ്പയുമായിട്ട് കാണാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പതാകയും ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ടാണ് നിന്നത്. അപ്പോൾ അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് രാജീവ് ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു 1986-ൽ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയോടൊപ്പം, അന്ന് പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധിയോടൊപ്പം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഡൽഹിയിൽ നടന്നു നീങ്ങുന്നതിൻ്റെ ചിത്രം. എന്നിട്ട് സോണിയാഗാന്ധിയെക്കുറിച്ച് പോപ്പിൻ്റെ മാനസപുത്രി എന്ന് ചിലരൊക്കെ അതിൻ്റെ തലക്കെട്ട് കൊടുത്ത് ഞാൻ ഓർക്കുന്നു. അതിന് കാരണമായിട്ട് സോണിയാഗാന്ധി ഇറ്റലിക്കാരി ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ കൊടുത്തത്. അപ്പോൾ അവിടെ ചെല്ലുകയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഈ രാജീവ് ഗാന്ധിയെക്കുറിച്ച്, ഞാനന്ന് മാധ്യമപ്രവർത്തനം തുടങ്ങിയ കാലമാണ്, രാജീവ് ഗാന്ധിയെക്കുറിച്ച് ചോദിക്കുകയും രാജീവ് ഗാന്ധിയെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ അനുഭവം, അന്ന് 86-ൽ ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിവരിച്ചത് അത് അപൂർവമായിരുന്നു. സാധാരണ അങ്ങനെ മാർപ്പാപ്പ കൈ കൊടുത്ത് പോവുകയോ അല്ലെങ്കിൽ അല്പം രണ്ട് വാക്ക്. പക്ഷേ രാജീവ് ഗാന്ധി മരിച്ച ഒരു ദിവസമേ ആയിട്ടുള്ളൂ. മാർപ്പാപ്പ വളരെ
വിശദമായിട്ട് രാജീവ് ഗാന്ധിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് രാജീവ് ഗാന്ധിക്ക് ഒരു പാൻ വേൾഡ് ഇമേജ് ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി ഇഷ്ടപ്പെട്ടിരുന്നൊരു വലിയ ജനതയുണ്ടായിരുന്നു. ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കണ്ട ഐ ടു ഹാവ് ഡ്രീംസ്, ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട നേതാവായിരുന്നു രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ദിരാഗാന്ധി ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള നേതാവാണെങ്കിൽ മിതഭാഷിയായ, എല്ലാവരും ഒരുമിച്ച് നിർത്താൻ ആഗ്രഹിച്ച, ഇന്ത്യയുടെ വലിയ വളർച്ച സ്വപ്നം കണ്ട നേതാവായ രാജീവ് ഗാന്ധിയാണെന്ന് കടന്നുപോയത്. ആ ഓർമ്മകൾ ഇന്നും ഇന്ത്യക്കാരുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. മെമ്മറീസ് നെവർ ഡൈ. ഓർമ്മകൾ മരിക്കുന്നില്ല. രാജീവ് ഗാന്ധിയെക്കുറിച്ചുള്ള ഓർമ്മകൾക്കും മരണമില്ല.